താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പിസ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പിസ്വാമിയാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത്. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പിസ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയതും ചട്ടമ്പിസ്വാമിയാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ചേരുംപടി ചേർക്കുക. മരുതം തണ്ണീർത്തട കൃഷി, പാലായ് കൊള്ളയടിക്കുക, മുല്ലായ് മൃഗസംരക്ഷണം. മരുതം തണ്ണീർത്തട കൃഷി, പാലായി കൊള്ളയടിക്കുക, മുല്ലയായി മൃഗസംരക്ഷണം, നെയ്തൽ ഉപ്പ് നിർമ്മാണം. ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇങ്ങനെ വാദിച്ചത്? ഗാന്ധിജി. ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണം എന്ന് രാഷ്ട്രീയ സ്വരാജിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെട്ടത്? ജമാഅത്ത് ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ്, CPML. ജമാഅത്തെ ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ്, CPML. ഈ 4 സംഘടനകളും അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെട്ടതാണ്. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവയിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? രാജ്ഗുരു. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെട്ടത് രാജ്ഗുരു. ഇന്ത്യ ഗാന്ധിക്കു ശേഷം എന്ന പുസ്തകം എഴുതിയത് രാമചന്ദ്ര ഗുഹ. ഇന്ത്യ ഗാന്ധിജിക്കു ശേഷം രാമചന്ദ്ര ഗുഹ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് 2, 4 എന്നിവ ശരിയല്ല. ശരിയായ പ്രസ്താവനകൾ: ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് റെയിൻ ഓഫ് ടെറർ. 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? പെൻസുലാർ പീഠഭൂമിയും കുന്നുകളും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം പെൻസുലാർ പീഠഭൂമിയും കുന്നുകളും. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. യുറലുകളും അപ്പലാച്ചിയസും പഴയ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. പഴയ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് യുറലുകളും അപ്പലാച്ചിയൻസും. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് പർവ്വതമാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് പർവ്വതവും, യുറലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതവും. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനുമിടയിൽ ഭൂമി പെരിഹീലിയനായിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. ജൂലൈ 4-നോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. ജൂലൈ 4-നോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിലാണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. പാമ്പാടുംചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. പാമ്പാടുംചോല ദേശീയോദ്യാനം ഇടുക്കി. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേഴ്സ് എന്നു പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. ഇതിന്റെ പൂർണ്ണരൂപം പ്ലാങ്ക്ടോൺ, എയറോസൽ, ക്ലോഡ്, ഏഷ്യൻ ഇക്കോസിസ്റ്റം. P ഫോർ പ്ലാങ്ക്ടോൺ, A ഫോർ എറോസൽ, C ഫോർ ക്ലോഡ്, E ഫോർ ഓഷ്യൻ ഇക്കോസിസ്റ്റം. GSTയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ്. 1, 3 എന്നിവ തെറ്റാണ്. ശരിയായത്: പരോക്ഷ നികുതി സംബന്ധിച്ച് കെൽക്കർ ടാസ്ക് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപകമായി GST എന്ന ആശയം മുന്നോട്ട് വെച്ചു. പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാസ്ക് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപകമായി GST എന്ന ആശയം മുന്നോട്ട് വെച്ചു. RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 6 അംഗങ്ങളാണുള്ളത്. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ വരുമാനത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ്സിനും ഉണ്ടാകുന്ന മാറ്റം.
ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ വരുമാനത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ്സിനും ഉണ്ടാകുന്ന മാറ്റം. സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? ഗ്രോസ് നാഷണൽ ഇൻകം എന്നാൽ GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് ലഭിക്കുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് നൽകേണ്ട പ്രൈമറി വരുമാനം. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നാൽ ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറന്റ് ട്രാൻസ്ഫേഴ്സ് റിവൈസിബിൾ മൈനസ് കറന്റ് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സ് ആയും ഫൈനൽ കോൺസെപ്ഷനായും തരംതിരിക്കാം. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? 5.8. 2023-24 കാലയളവിലെ യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് 5.8%. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് പൗരത്വം? താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1971. താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. ഈ ക്രാന്തി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നതിലുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ? കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തത്. ശരിയായവ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഉപദേശക സ്ഥാപനമാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ. കമ്മീഷൻ അംഗത്തിന്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? 2011. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ശോണിതപുരം. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായർ. ജ്ഞാനപ്പാനയുടെ രചയിതാവ് പൂന്താനം നമ്പൂതിരി. പരമ്പരാഗത നാടോടി നൃത്തമായ ഗൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം രാജസ്ഥാൻ. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? 1955 മെയ് 11. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ച രാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെ വെച്ചാണ് നടക്കുന്നത്? മിലാനും കോർട്ടിന ഡി ആംബസോയും. ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത്, അറിവ് സ്വതന്ത്രമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത്, സത്യത്തിന്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. ഗീതാഞ്ജലി. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? സ്കാനർ. വേർഡ് പ്രോസസർ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? കണികാ ഭൗതിക ഗവേഷണം. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം അണുസംയോജനം വഴിയാണ് നടക്കുന്നത്. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ കോശശ്വസനം എന്നറിയപ്പെടുന്നു. COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ദുബായ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. അരോഗ ശരീരം. പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതുക. പോട്ടവൻ പോട്ടെ അവൻ. പിരിച്ചെഴുതുക. കാട്ടിനേൻ കാട്ടി പ്ലസ് ഏൻ.
തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുക്കുക. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടുകൂടി വർത്തിക്കണം. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ലേ. തേൻ എന്നർത്ഥം വരുന്നത് മധൂലി. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ, മധുരച്ചിട്ട് തുപ്പാനും മേല, കച്ചിട്ടിറക്കാനും മേല. മഞ്ഞപ്പട്ടുടുത്തവൻ, പീതാംബരൻ. ധൃതി എന്നർത്ഥം വരുന്നത് ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകളിൽ ഏതെല്ലാമാണ് ശരി? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇ.വി. രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. ഓപ്ഷൻ ബി 1, 2 എന്നിവയാണ് ശരി. ചേരുംപടി ചേർക്കുക. സ്ട്രാറ്റോസ്ഫിയർ മൊത്തം അന്തരീക്ഷ ഓസോണിന്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു. എക്സോസ്ഫിയർ ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ. ട്രോപ്പോസ്ഫിയർ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. അയണോസ്ഫിയർ അറോറ ബൊറിയാലിസ്, അറോറ ഓസ്ട്രാലിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ദേശീയ ജലപാത 3 ഇവയ്ക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. കോട്ടപ്പുറം, കൊല്ലം. ചേരുംപടി ചേർക്കുക. ഗോസ്, USA, ഇൻസാറ്റ്, ഇന്ത്യ, സ്പോട്ട്, ഫ്രാൻസ്, ഉൽക്കാത്രി, റഷ്യ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ബാബർ ട്രാക്ട് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്. ടെറായ് അമിതമായി നനവുള്ള ഒരു മേഖലയാണ്. 1, 4 എന്നിവ ശരിയാണ്. ബാബർ ട്രാക്ട് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്. ടെറായ് അമിതമായി നനവുള്ള ഒരു മേഖലയാണ്. താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സൈലന്റ് വാലി. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച. GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുന്നത്? IGST. ഫലപ്രദമായ റവന്യൂ കമ്മി ഏതിന് തുല്യമാണ്? റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാന്റ് ഇൻ എയ്ഡ്സ്. 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദി ഇന്ത്യൻ ഇക്കോണമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് വി. അനന്ത നാഗേശ്വരൻ. സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണദാതാക്കളും തമ്മിലുള്ള പൊതു കരാറുകൾ, പൊതു ഉടമ്പടി തിരിച്ചറിയുക. സിറ്റിസൺ ചാർട്ടർ. NREGA സോഫ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് NREGA. ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഏത്? വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി 105. സാമൂഹികമായും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അംഗീകാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി 105. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ പ്രേം ബിഹാരി നരേൻ റൈസാദ. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ബീഹാർ. SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആർട്ടിക്കിൾ 356. SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ആർട്ടിക്കിൾ 356. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം നാട്യകൽപദ്രുമം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 ദേശീയ കേരളീയ കലകൾ കൂടിയാട്ടവും മുടിയേറ്റും. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് ഏതു രാജ്യത്ത് നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗ്രീസ് ആണ് ആൻസർ. മാർക്ക് ചെയ്ത് തെറ്റിപ്പോയതാണ്. ഡേവിസ് കപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? PC ഗോപാലൻ. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ കണ്ടം ബച്ചക്കോട്ട്. ഓണം പരാമർശിക്കുന്ന ഒരു സംഘം കാലഘട്ടത്തിലെ കൃതി മധുരൈ കാഞ്ചി. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ CV രാമൻ പിള്ള.
ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ അജയ്. കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി റീഡ് ഓൺലി മെമ്മറി. കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി റീഡ് ഓൺലി മെമ്മറി. ഒരു ഹൈ ലെവൽ ഭാഷ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി വിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേര് ഇന്റർപ്രറ്റർ. ഒരു ഹൈ ലെവൽ ഭാഷാ ലാംഗ്വേജിനെ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി വിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഇന്റർപ്രറ്റർ. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ 1930. ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നായ ഒമേഗലിന്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗലിന്റെ സ്ഥാപകൻ ലീഫ് കെ ബ്രൂക്സ്. താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്നം ലഭിച്ചത്? APJ അബ്ദുൽ കലാം. ആദിത്യ L1 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക് ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം. ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഗ്രീൻ ഹൈഡ്രജന്റെയും അതിന്റെ ഡെറിവേറ്റീവുകളുടെയും ഉൽപാദനത്തിനും ഉപയോഗത്തിനും കയറ്റുമതിക്കുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നു. ശുദ്ധമായ ഊർജത്തിലൂടെ ആത്മനിർഭർ ആകുവാൻ ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് സംഭാവന നൽകുകയും ആഗോള ശുദ്ധ ഊർജ പരിവർത്തനത്തിന് പ്രചോദനമാവുകയും ചെയ്യും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 നിലവിൽ വന്നു. 1980 വനസംരക്ഷണ നിയമം രാജ്യത്തെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? ശനിയുടെ ഉപഗ്രഹമായ മിമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തി. 3D പ്രിന്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അതേത്? ലേഖകൻ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഗുരുക്കൾ. പുത്രൻ എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ജനകൻ. തീ പ്ലസ് കനൽ ചേർത്ത് എഴുതുക തീക്കനൽ. രാജാവും ഋഷിയുമായവൻ ഒറ്റപ്പദം രാജർഷി. സുതൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം സുത. 800 എന്ന പദം പിരിച്ചെഴുതിയാൽ N+100. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ലോകവിവരം ഇല്ലാത്തവൻ. മേഘം എന്ന അർത്ഥം വരുന്ന പദം വാരിധം. ദൃഢം എന്ന പദത്തിന്റെ വിപരീതം ശിഥിലം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം. ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം. താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ സി 4 മാത്രം. ഭാഗമായത് മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമായ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച നിയമമാണിത്. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. താഴെ പറയുന്നവയിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞിരാമൻ. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അതിലൂടെ റഷ്യ 1-ാം ലോകമഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ: പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. സോവിയറ്റ് പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു. ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. ലെനിൻ ആദ്യമായിട്ട് സമാധാന ഉത്തരവ് അംഗീകരിച്ചു.
ഇതിലൂടെ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. കാരണം യുദ്ധം ജയിച്ചെങ്കിൽ മാത്രമേ പ്രദേശങ്ങൾ ലഭിക്കുകയുള്ളൂ. നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടിയുടെ ഭാഗമായിരുന്നു. ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. ഓപ്ഷൻ എ 1, 2, 4 എന്നിവയാണ് ശരി. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക, മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളോടും പ്രോത്സാഹിപ്പിക്കുക. മുകളിൽ പറഞ്ഞവയെല്ലാം. കേരളത്തിലെ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി ആണ് തെറ്റ്. ശരിയായവ 1903 ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. 1914 മന്നത്തു പത്മനാഭൻ NSS സ്ഥാപിച്ചു. 1903 ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ SNDP, 1908 യോഗക്ഷേമ സഭ, 1914 മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ NSS. താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. 1857 കലാപത്തിന്റെ ഫലങ്ങൾ ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. അതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഭരിച്ചിരുന്നത്. പക്ഷെ 1857 ശേഷം ബ്രിട്ടീഷ് രാജ്ഞി ഭരണം ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. അതുവരെ ഇന്ത്യയിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നൊരു പദവി ഉണ്ടായിരുന്നില്ല. 1857 കലാപത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പദവി സൃഷ്ടിക്കപ്പെട്ടത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? അവ കൃത്യമായ ഉയരത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നു. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കുവാൻ അവയ്ക്ക് കഴിയുന്നില്ല. ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ പരിമിതിയെക്കുറിച്ച് പ്രസ്താവിക്കുന്ന പ്രസ്താവനയാണ് ചോദിച്ചത്. കൃത്യമായ ഉയരത്തിന്റെ വിശദാംശം നൽകുന്നുണ്ടെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തിന് എന്തെങ്കിലും മാറ്റം വന്നാൽ ആ മാറ്റത്തെ തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ ടോപ്പോഗ്രാഫിക് മാപ്പുകൾക്ക് കഴിയുന്നില്ല. ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു പ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയകളും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഒരു പെരിഗ്ലേഷ്യൽ പ്രദേശം അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറയലും ഉരുകലും വസ്തുക്കളുടെ സ്ഥാനചലനത്തിനും ക്രമീകൃത ഭൂതല രൂപീകരണത്തിലും കാരണമാകുന്നു. ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്ന പ്രസ്താവന ഏതാണ്? പടിഞ്ഞാറൻ ഘട്ടങ്ങൾ, കിഴക്കൻ ഘട്ടങ്ങൾ, ഹിമാലയങ്ങൾ, ഡെക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ചു കൂടിയുള്ള ഓറോഗ്രാഫിക് ഫലകങ്ങൾ കാറ്റിന്റെ വഴിത്തിരിവ്, മഴനിഴൽ മേഖല എന്നിവ വഴി മൺസൂൺ മഴയുടെ പടർപ്പിനെ സ്വാധീനിക്കുന്നു. ഈ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഭാരതീയ മൺസൂണിന്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിർണയിക്കുന്നത്? അന്തർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നതിന്റെ സ്ഥാനമാറ്റം, ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രതിഘാതങ്ങൾ, എൻസോ സംഭവങ്ങൾ, എൽനിനോ, ലാനിനോ എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുത്തുന്നത്. പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യപ്രവർത്തനങ്ങളിലും ഉള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇത് കാലാവസ്ഥാ ഗേറ്റ്വേയുമായി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്തുവാനും സഹായിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം,
NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ദേശീയ വരുമാനം എന്നാൽ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹഠാവോ ലക്ഷ്യമിട്ടത്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗിന്റെ ഘടകങ്ങളെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതെല്ലാമാണ്? ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ ചെയർമാനാണ്. നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. വരുമാന കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന. റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചെലവിനേക്കാൾ കുറയുമ്പോഴാണ്. അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചിലവാണ്. ധനക്കമ്മി എന്നാൽ കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചിലവ്. എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻ. താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഭരണപരിഷ്കാരങ്ങളും പൊതുപരാതികളുടെയും വകുപ്പ്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭരണഘടനാ ഭേദഗതി 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വകുപ്പ് വൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ 4 Ps എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാമാണ്? ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ നാഗാലാൻഡ്, മിസോറാം, മേഘാലയ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് നവംബർ 26, 1949 അംഗീകരിച്ചു. നടപ്പിലാക്കിയത് 1950 ജനുവരി 26. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കുവാനുള്ള വകുപ്പ് ആർട്ടിക്കിൾ 356. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിവ? ദുരവസ്ഥ. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടതാണ് കടമ്മനിട്ട എന്ന സ്ഥലം? പടയണി. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമൂഹിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ അയ്യ വൈകുണ്ഠസ്വാമികൾ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമ ഏത്? നിർമാല്യം. അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ സമുദ്രശില. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊടുങ്ങല്ലൂർ. ഭയകൗടില്യ ലോപങ്ങൾ വളർത്തിൽ ഒരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാണ്? സ്വദേശാഭിമാനി. ഒളിമ്പിക്സിൽ സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയത് 1920. ലിബറോ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോൾ. ബംഗ്ലാദേശിന്റെ ദേശീയ കളി കബഡി. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് ഏതെല്ലാമാണ്? ലിബ്രെ ഓഫീസ് കാൽക്ക്, മൈക്രോസോഫ്റ്റ് എക്സൽ, ആപ്പിൾ നമ്പേഴ്സ്, ഗൂഗിൾ ഷീറ്റ്സ്. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? മൈക്രോസോഫ്റ്റ് ടീംസ്, ഗൂഗിൾ മീറ്റ്, സൂം. ഓൺലൈൻ ഹരാസ്മെന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? സൈബർ ബുള്ളിയിങ്. ലാൻ, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. ലാനിന് വാനിനേക്കാൾ വേഗതയുണ്ട്. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
എല്ലാ വർഷവും ഓഗസ്റ്റ് 23-നാണ് ആചരിക്കുന്നത്. ഇത് ചന്ദ്രയാൻ ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. ആഗോളതാപന സാധ്യത സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. കാർബൺ ഡയോക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹ വാതകം കൂടുന്ന താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നു. GWP പലപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത്. ഒന്നിലധികം ഹരിതഗൃഹ വാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഹരിതഗൃഹ വാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുന്നതിനും തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ആശയം ഉപയോഗിക്കുന്നു. 2016-ൽ ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ കൂട്ടിച്ചേർത്തു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ പെടാത്ത ഒറ്റ മൂലകം ഏതാണ്? ലിവർമോറിയം. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. മാനക ഭാഷ. പ്രേഷകൻ സ്ത്രീലിംഗം പ്രേഷക. താക്കോൽ പിരിച്ചെഴുതിയാൽ താൾ പ്ലസ് കോൽ. ശരിയായ വാക്യം. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ബഹുവചന രൂപം അല്ലാത്തത്. മാരാർ. പാർവതി ജാനി എന്ന പദം ഘടകപദമാക്കിയാൽ പാർവതി ജായയായിട്ടുള്ളവൻ. സർപ്പന്യായം. അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്തു ജീവിക്കുക. പ്ലസ് മാനം പ്രമാണം. തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെ കന്നിപ്പറക്കലും കടലാട്ടവും ഒരുമിച്ച്. താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കേരളത്തിലെത്തി. 1500 പെട്രോ അൽവാരസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ 2ാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. 1502-ൽ വാസ്കോഡ ഗാമ 2ാം തവണ കേരളത്തിലെത്തി. പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലത്തിരിയുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ഡച്ചുകാർ. താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഹോർത്തൂസ് മലബാറിക്കസ്, ഹെൻട്രിക് വാൻ റീഡ്. മാമാങ്കം കിളിപ്പാട്ട്, കോടഞ്ചേരി നമ്പൂതിരി. പെരുമാൾ തിരുമൊഴി, കുലശേഖര ആൾവാർ. തുഹഫത്തുൽ മുജാഹിദീൻ, ഷെയ്ഖ് സൈനുദ്ദീൻ. കേരളത്തിലെ 1ാമത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. KR ഗൗരിയമ്മയായിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി. ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബർ. മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബർ. ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത്. താഴെ പറയുന്ന സംഭവങ്ങളെ അവ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. ബംഗാൾ വിഭജനം, റൗലറ്റ് ആക്ട്, നെഹ്റു റിപ്പോർട്ട്, ഗാന്ധി ഇർവിൻ പാക്ട്. ആദ്യം വരുന്നത് ബംഗാൾ വിഭജനം, അതിനുശേഷം റൗലറ്റ് ആക്ട്, നെഹ്റു റിപ്പോർട്ട് ആൻഡ് ഗാന്ധി ഇർവിൻ പാക്ട്. 20 ദിന പരിപാടികൾ കൊണ്ടുവന്നതാര്? ഇന്ദിരാഗാന്ധി. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെയും പ്രസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. സ്റ്റാമ്പ് നിയമം, അമേരിക്കൻ വിപ്ലവം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഫ്രഞ്ച് വിപ്ലവം, ബിൽ ഓഫ് റൈറ്റ്സ്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി, റഷ്യൻ വിപ്ലവം. താഴെ പറയുന്ന നേതാക്കളിൽ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരെല്ലാം? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലുമാണ് അറ്റ്ലാന്റിക് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അറ്റ്ലാന്റിക് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും. താഴെ പറയുന്നവയിൽ ആരാണ് ഏതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത്? നദികളുടെ നിക്ഷേപം മൂലമാണ് ഡെൽറ്റ രൂപം കൊള്ളുന്നത്.
ഡെൽറ്റ രൂപം കൊള്ളുന്നത് നദികളുടെ നിക്ഷേപ ഫലമായിട്ടാണ്. ഒരു ട്രോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു? തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസം. ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖലാ മുൾവനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്? രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിൽ. ഇന്ത്യയിൽ മുള്ളുവനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലാണ്. കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ്? ഉഷ്ണമേഖലാ മഴക്കാടുകൾ. സൈലന്റ് വാലി ഉഷ്ണമേഖലാ മഴക്കാടുകൾ. പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത്? നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളും. വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് വരുമാന അസമത്വം വർദ്ധിക്കുന്നു. ക്യാഷ് റിസർവ് അനുപാതം കുറയ്ക്കുവാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ദ്രവ്യത വർദ്ധിപ്പിക്കൽ. ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി മാർക്കറ്റിൽ കൂട്ടും. GDPയിലും ധനക്കമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്നത് സർക്കാർ വിപുലീകരണ ധനനയം പിന്തുടരുന്നു. സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ എന്താണ്? HDI. നീതി ആയോഗ് താഴെത്തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു. സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ട്. നീതി ആയോഗ് താഴെത്തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു എന്ന പ്രസ്താവന ശരിയാണ്. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ട് എന്ന പ്രസ്താവന തെറ്റാണ്. പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏത്? 2005. പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചയ സമയപരിധിക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? 6 മാസത്തിനുള്ളിൽ. പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ 6 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ ഡി 4 മാത്രം. മൗലിക അവകാശങ്ങളിൽ പെടുന്നവ ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക, ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം എന്നിവ വികസിപ്പിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ഭാഗം 20. ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്? 52ാം ഭേദഗതി. താഴെ പറയുന്ന ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെന്റിന് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? ലോക്നാഥ് മറ്റുള്ളവരും വേഴ്സസ് പഞ്ചാബ് സംസ്ഥാനം 1967. 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്? ആർട്ടിക്കിൾ 40. ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം വർത്തമാന പുസ്തകം. ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ വാർത്താ വിവരണം വർത്തമാന പുസ്തകം. ദ്വിതീയാക്ഷരപ്രാസം നിശ്ലേഷം ഉപയോഗിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാകൃതി ഏതാണ്? മേഘദൂതം. കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർചിത്രത്തിലെ വിഷയം എന്താണ്? ഗജേന്ദ്രമോക്ഷം. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി ആരാണ്? വള്ളത്തോൾ. എഴുത്തുകാരുടെയും കൃതികളുടെയും അടിസ്ഥാനത്തിൽ ചേരുംപടി ചേർക്കുക. ഓടക്കുഴൽ G. ശങ്കരക്കുറുപ്പ്. രണ്ടാമൂഴം MT വാസുദേവൻ നായർ. ഒരു ദേശത്തിന്റെ കഥ SK പൊറ്റക്കാട്. കയർ തകഴി. 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിന്റെ പേര് തിരിച്ചറിയുക. രാജസമാചാരം. കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ടുനാടകം എന്നറിയപ്പെടുന്ന ചവിട്ടുനാടകം ഏതാണ്? കാറൽ മാർക്സ് ചരിതം.
ബോഗി എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഫ്. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? എബ്രഹാം റീഡ്. 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരമാണ് ആതിഥേയത്വം വഹിക്കുന്നത്? ലോസ് ആഞ്ചൽസ്. CPU-വിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി ഘടകം ക്യാഷ് മെമ്മറി. CPU-വിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ലിനക്സ്. ഉയർന്ന ബാൻഡ്വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിനും ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ. വേൾഡ് വൈഡ് വെബിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഹൈപ്പർടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്റുകൾ കൈകാര്യം ചെയ്യൽ. അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്നത് IT ആക്ടിലെ ഏത് വകുപ്പാണ്? വകുപ്പ് 67. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ്. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ് 1987 ഒപ്പുവെച്ചു. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ജൈവ വൈവിധ്യത്തിന്റെ ഇൻസിറ്റു സംരക്ഷണത്തിന്റെ രീതികളാണ് നാഷണൽ പാർക്കുകളും ബയോസ്ഫിയർ റിസർവുകളും നാഷണൽ പാർക്കുകളും സാങ്ച്വറികളും. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് പ്ലാസ്റ്റിക്കുകളും മൈക്രോ പ്ലാസ്റ്റിക്കുകളും. യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ്? ഫോസ്ഫറസും നൈട്രജനും. യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഫോസ്ഫറസും നൈട്രജനും കൂടുമ്പോഴാണ്. 70 kilos is more than anyone can lift easily. She is elder to her younger sister by 4 years. I'm good at grammar, aren't I? Change into indirect speech. He said, I will return his book tomorrow. He promised that he would return that book the next day. If you had studied well, you would have passed the examination. Kids are fond of games. The idiom a red letter day means a very important day. Scapegoat means a person blamed for someone else's wrongs. Opposite of extravagant, thrifty. The expression shine corn on means an essential condition. Choose the correct sentence. He has been writing for 2 hours. Find the passive voice of when did you buy the boat? When was the boat bought? Data, singular, datum. There is little water in the glass means there is very little water in the glass. The phrasal verb put off means to postpone something. It may take time to adapt to new situations. Kiran's pen was worse than that of Arun. The train had left when he reached the railway station. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശിപാർശ. ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിന്റെ ഉചിതമായ മലയാളം വിഷണ്ണനായിരിക്കുക. സർവം ആത്മാവായി കരുതുന്നവൻ സർവയാചി. മുഖ്യം എന്ന പദത്തിന്റെ വിപരീതം ഗൗണം. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. തെറ്റായ വാക്യം കണ്ടെത്തുക. ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. പാമ്പ് എന്ന പദത്തിന്റെ പര്യായ പദം വിലേശയം. പാമ്പ്, വിലേശയം. വെണ്മ എന്ന പദം പിരിച്ചെഴുതുക. വെൾ പ്ലസ് മ. വല്ലൂകം എന്ന പദത്തിന്റെ സമാന പദം കരടി. ദിക് പ്ലസ് നാഗൻ എന്നീ പദങ്ങൾ ചേർത്ത് എഴുതിയാൽ ദിക്നാഗൻ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഔറംഗസേബ് തൻ്റെ കൊട്ടാരത്തിൽ പാടുന്നത് വിലക്കി. ഔറംഗസേബിൻ്റെ ഭരണകാലത്താണ് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയത്. 2 പ്രസ്താവനയും ശരിയാണ്. ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ കൊട്ടാരത്തിൽ പാടുന്നത് വിലക്കിയിരുന്നു. ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയതും. നിരവധി സംഗീതജ്ഞരും ഗായകരും സ്വാതി തിരുനാളിൻ്റെ കൊട്ടാരം അലങ്കരിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക.
അലഗിരി നായിഡു. ഇന്ത്യയുടെ വോളിബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അച്യുത സാമന്ത. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ചരിത്രപരമായി തെറ്റ്? 1934 നടന്ന കേന്ദ്ര നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി മുഹമ്മദ് അബ്ദുറഹ്മാൻ വിജയിച്ചു. ശരിയായ പ്രസ്താവനകൾ: കെ പി കേശവമേനോൻ ഹോം റൂൾ ലീഗിന്റെ നേതാവായിരുന്നു. മന്നത്ത് കൃഷ്ണൻ നായർ ആയിരുന്നു കുടിയാൻ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ നേതാവ്. 5ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് ജെ.എം. സെൻഗുപ്ത. ഹോം റൂൾ ലീഗ് കെ പി കേശവമേനോൻ, കുടിയാൻ പരിഷ്കരണ പ്രസ്ഥാനം മന്നത്ത് കൃഷ്ണൻ നായർ, 5ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ജെ.എം. സെൻഗുപ്ത. ചേരുംപടി ചേർക്കുക: ഫർദുൻജി മുർസബ്, ബോംബെ സമാചാർ, പി.എം. മോട്ടിവാല, ജാം-ഇ ജംഷാദ്, ബാബു ജോഗേന്ദ്രനാഥ് ബോസ്, ബംഗ്ബാസി, ദയാൽ സിംഗ് മജക്തിയ, ദി ട്രിബ്യൂണൽ. ഫർദുൻജി മുർസബ്, ബോംബെ സമാചാർ, പി.എം. മോട്ടിവാല, ജാം-ഇ ജംഷാദ്, ബാബു ജോഗേന്ദ്രനാഥ് ബോസ്, ബംഗ്ബാസി, ദയാൽ സിംഗ് മജക്തിയ, ദി ട്രിബ്യൂണൽ. ആൻഡ്രോപോവിന് മുൻപ് USSR ഗവൺമെന്റിൽ യൂറി അധ്യക്ഷനായിരുന്നു. ലിയോണിഡ് ബ്രെഷ്നവ്. താഴെ പറയുന്നവയിൽ ചരിത്രപരമായി തെറ്റ്: സഹോദരൻ അയ്യപ്പൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. ശരിയായ പ്രസ്താവനകൾ: അയ്യ വൈകുണ്ഠ ക്ഷേത്രത്തിൽ ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തി. മദ്രാസ് ഗവൺമെന്റ് ചാൾസ് ട്രെവല്യൻ തിരുവിതാംകൂറിലെ അധികാരികളെ എല്ലാ സ്ത്രീകൾക്കും മേൽ വസ്ത്രം ധരിക്കുവാനുള്ള അവകാശം നൽകണമെന്ന് പ്രേരിപ്പിച്ചു. പണ്ഡിറ്റ് കറുപ്പനെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. ചേരുംപടി ചേർക്കുക: രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ, അംബരീഷ ചരിതം, മാനവിക്രമ ഏട്ടൻ തമ്പുരാൻ, ലക്ഷ്മി കല്യാണം, കെ.എസ്. ലക്ഷ്മണ പണിക്കർ, പണത്തിന്റെ കഥ, കെ. കേശവപിള്ള, പ്രത്യക്ഷ ശരീരം. താഴെ പറയുന്നവരിൽ എബ്രഹാം ഉടമ്പടിയിൽ ഒപ്പിടാത്തത് ആര്? ഡൊണാൾഡ് ട്രംപ്. എബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ: ബെഞ്ചമിൻ നെതന്യാഹു, അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സൈനി, അബ്ദുള്ള ബിൻ സാഹിദ്. താഴെ പറയുന്നവയിൽ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലകൾ. ക്ലൗഡ് കവറിന്റെ തുല്യ അളവിലുള്ള പോയിന്റുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു ലൈൻ ഐസോനാഫ്. താഴെ പറയുന്നവയിൽ കാറ്റുകളിൽ ഏതാണ് സീസണൽ കാറ്റ്? മൺസൂൺ. ഇന്ത്യയിലെ ഹിമാലയത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി: ഹിമാലയം ഭൂമിശാസ്ത്രപരമായി ചെറുപ്പവും ഘടനാപരമായി വളഞ്ഞതുമായ പർവ്വതമാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്തുള്ള പർവ്വതനിരയാണ് ശിവാലിക്. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകാത്ത നദി? പെരിയാർ. ഫാക്ടർ കോസ്റ്റിലെ NNPയുടെ മൂല്യം GNP ഘടക കോസ്റ്റിൽ മൈനസ് മൂല്യത്തകർച്ച. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1950. ഇന്ത്യയിലെ നിക്ഷേപ രീതിക്കായി മെഹലനോബിസ് മാതൃക സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി 2ാം പഞ്ചവത്സര പദ്ധതി. ബാങ്ക് നിരക്ക് റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾക്കെതിരെ ബാങ്കുകളിലേക്ക് നീട്ടുന്നത് റീഡിസ്കൗണ്ടിംഗ് നിരക്കാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും ഇടയിൽ നികുതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ അനുവദിക്കുന്നത്? ആർട്ടിക്കിൾ 246. കൂറുമാറ്റത്തിന്റെ പേരിൽ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ താഴെ പറയുന്ന ഷെഡ്യൂളിൽ ഏതാണ് അടങ്ങിയിരിക്കുന്നത്? 10ാം ഷെഡ്യൂളിൽ. നിയമസഭയുടെ ഇരുസഭകളും പാസാക്കിയ ബില്ലിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ രാഷ്ട്രപതി തീരുമാനിക്കുന്നത് അറിയപ്പെടുന്നത് പോക്കറ്റ് വീറ്റോ. നോർത്തേൺ സോണൽ കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. താഴെ പറയുന്നവയിൽ പൗരന്മാർക്കും വിദേശികൾക്കും ലഭ്യമായ മൗലിക അവകാശം നിയമത്തിനു മുൻപിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും. താഴെ പറയുന്നവയിൽ ഏതാണ് റിട്ടുകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടാത്തത്? ഇൻജക്ഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1964. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഏത് ആർട്ടിക്കിളിലാണ് വിവരിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 368. കൂട്ടുത്തരവാദിത്തം പാർലമെന്ററി സംവിധാനം ഭരണകൂടത്തിന്റെ ഒരു സവിശേഷതയാണ്.
ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്. ഗാംബിറ്റ് എന്ന വാക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. ഗാംബിറ്റ് ചെസ്. മലയാള സാഹിത്യകാരൻ ടി.സി. ജോസഫിന്റെ തൂലികാനാമം ഇടമറുക്. ടി.സി. ജോസഫ് ഇടമറുക്. 2022 വിന്റർ ഒളിമ്പിക്സിനും ബെങ് ഡ്വെന്നിന്റെയും ഔദ്യോഗിക ചിഹ്നം പാണ്ട കരടി. എം.ടി. വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലിലെ ഒരു കഥാപാത്രമാണ് അപ്പുണ്ണി. 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് ജക്കാർത്ത. അടൂർ ഗോപാലകൃഷ്ണന്റെ അനന്തരം എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് അജയൻ. ജി. അരവിന്ദന്റെ ചിദംബരം എന്ന ചിത്രത്തിനാണ് 1985 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി അഷ്ടമുടിക്കായലിൽ നടക്കുന്നു. പ്രഗല്ഭരായ കുതിരസവാരി ഉൾപ്പെടുന്ന ഒരു മെക്സിക്കൻ കായിക വിനോദമാണ് ചറേരിയ. സാറ ജോസഫിന് പാപത്തറ എന്ന ചെറുകഥാ സമാഹാരത്തിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചു. ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ പെടുന്നു? ഇഇപ്രോം. താഴെ പറയുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്ന രണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് ഗേറ്റ്വേ. ഒരു HTML പേജിൽ ഒരു ചിത്രം ചേർക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ആണ് ഇമേജ് ടാഗ്. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന വർഷം 2000. അമർത്യ കുമാർ സെൻ 1998 ഏത് മേഖലയിലാണ് സംഭാവനകൾക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്? മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. ISROയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം എവിടെയാണ് നിർമ്മിച്ചത്? മഹാരാഷ്ട്ര. ഹരിതഗൃഹ പ്രഭാവ വാതകങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. കാർബൺ ഡയോക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. മീഥേൻ ഒരു ഹരിതഗൃഹ വാതകമാണ്. They have spent enough for their son's wedding. Choose the opposite word for subversion. Compliance. Nancy said, "I may leave tomorrow." Report the sentence. Nancy said that she might leave the next day. He is polite to everyone. Rewrite the sentence as a negative sentence without changing the meaning. He is never impolite to anyone. You are an Indian. Use the right question tag. Aren't you? Read the following sentence and complete. Hardly had I entered the station when the train left. Brutus stabbed Caesar. Begin the sentence starting with Caesar. Caesar was stabbed by Brutus. If the game is good, I will play it. The children will learn apparently from their mistake. The aeroplane took off at the right time. The cat eats the mice. Where was heavy traffic on the way? Frame a question to get the underlined answer. They lived here for long living. Where do they live? I was not unmindful of the fact. Pick out the phrase nearest in meaning. Had not forgotten, was aware of the fact. The corrupt officials had accepted bribe. A government run by a dictator is termed as autocracy. Bag and baggage. Choose the right option to get the meaningful expression with all one's belongingness. He has been living in the States, but he still doesn't have a command over the English language. Complete the following using appropriate phrasal verb. The boy was brought up by his uncle. ശരിയായ പദം തിരഞ്ഞെടുക്കുക. സൃഷ്ടാവ്. ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച നാടകം കൂട്ടുകൃഷി. മൺകലം എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം മണ്ണുകൊണ്ടുണ്ടാക്കിയ കലം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? സ്വാമികൾ. ലോപം എന്ന വാക്കിന്റെ അർത്ഥം എടുത്തെഴുതുക. കുറവ്. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗം നേത്രി. അധ്വാനത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പഴഞ്ചൊല്ല് അണ്ണാൻ കുഞ്ഞും തന്നാലായത്. വാക്ക് എന്ന പദത്തിന്റെ പര്യായപദം വാണി.
ശരിയായി പിരിച്ചെഴുതിയത് തിരുവാതിര, തിരു ആതിര. മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യസമര സേനാനി മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് ചെറുപ്ലശ്ശേരി. താഴെ പറയുന്നവയിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? അക്കാമ ചെറിയാൻ, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ എന്നിവർ കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നു. താഴെ പറയുന്നവയിൽ ഏത് വൈസ്രോയിയാണ് ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ലോർഡ് റിപ്പൺ. ഇൽബർട്ട് ബിൽ ലോർഡ് റിപ്പൺ. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ഡച്ചുകാർ. ഡച്ചുകാർ കൊച്ചി പിടിച്ചടക്കിയത് 1663. 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയ. ആരാണ് നിയമങ്ങളുടെ ആത്മാവ് ദി സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം എഴുതിയത്? മൊണ്ടസ്ക്യൂ. ദി സ്പിരിറ്റ് ഓഫ് ലോസ്, മൊണ്ടസ്ക്യൂ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയത് ഏത് ഉടമ്പടിയുടെ പേരിലാണ്? ബ്രസ്റ്റ് ലിറ്റോസ്ക് ഉടമ്പടി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേര് ബ്രസ്റ്റ് ലിറ്റോസ്ക് ഉടമ്പടി. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. 1909 ഗാന്ധിജി എഴുതിയ പുസ്തകം ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജിന്റെ വർഷം 1909. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ് ടി കെ മാധവൻ. ടി കെ മാധവൻ ഗാന്ധിജിയെ കണ്ടത് 1921 തിരുനെൽവേലിയിൽ വെച്ച്. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ പോരാടിയ വ്യക്തിയാണ് ടി കെ മാധവൻ. ചേരുംപടി ചേർക്കുക. ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ഡോൾഡ്രം. വെസ്റ്റേർലൈസ് 30 ഡിഗ്രിക്കും 60 ഡിഗ്രി അക്ഷാംശത്തിനും ഇടയിൽ. ഉയർന്ന ഉപ ഉഷ്ണമേഖല കുതിര അക്ഷാംശം. താഴ്ന്ന ഉപധ്രുവം പോളാർ ഫ്രണ്ട്. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ബി, സി എന്നിവ ശരിയാണ്. 1:50,000 സ്കെയിലിലുള്ള ഒരു ഭൂപടം പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്ന ഒരു നിലവാരമുള്ള ട്രോപ്പിക്കൽ മാപ്പാണ്. പരമ്പരാഗത ചിഹ്നങ്ങൾ എന്നറിയപ്പെടുന്ന ചിഹ്നങ്ങളുടെ സഹായത്തോടെ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ ടോപ്പോഷീറ്റിൽ പ്രതിനിധീകരിക്കുന്നു. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പ്രസ്താവന എ ശരിയാണ്. പുറംതോട്, ആവരണം എന്നിവയ്ക്കിടയിലുള്ള ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വിച്ഛേദനത്തിന്റെ ഇടുങ്ങിയ മേഖലയെ മൊഹരോവിസ്ക് വിച്ഛേദനം എന്ന് പറയുന്നു. ചേരുംപടി ചേർക്കുക. ഇന്ത്യയുടെ ധാതുഹൃദയഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. സിർക്കോണിയം കേരള തീരം. ഇന്ത്യയുടെ കോട്ടോണോപോളിസ് മുംബൈ. ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ട്രഷറി ബില്ലുകൾക്ക് ഏതാണ് ശരി? കോൾ ലോണുകളെ അപേക്ഷിച്ച് ട്രഷറി ബില്ലുകൾക്ക് ലിക്വിഡിറ്റി കുറവാണ്. ട്രഷറി ബില്ലുകൾ നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ. കേന്ദ്ര സർക്കാരിന് മാത്രമേ ട്രഷറി ബില്ലുകൾ നൽകാൻ കഴിയൂ. സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയില്ല. കോൾ ലോണുകളെ അപേക്ഷിച്ച് ട്രഷറി ബില്ലുകൾക്ക് ലിക്വിഡിറ്റി കുറവാണ്. ഫാക്ടർ ചെലവിൽ GDP എന്നതിനു തുല്യമായത്. വിപണി വിലയിലെ NNP പ്ലസ് മൂല്യത്തകർച്ച മൈനസ് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം മൈനസ് അറ്റ പരോക്ഷ നികുതി. ആദ്യം നമുക്ക് കാണേണ്ടത് ഫാക്ടർ ചെലവിലേക്കാണ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ തന്നിട്ടുള്ള ഒരു കാര്യത്തിനെ ഫാക്ടർ പ്രൈസിലേക്ക് മാറ്റണമെങ്കിൽ അതിൽ നിന്ന് നികുതി കുറയ്ക്കണം. അതുപോലെ തന്നെ നാഷണൽ വാല്യൂവിൽ തന്ന ഒന്നിനെ ഡൊമസ്റ്റിക് ആക്കി മാറ്റണമെങ്കിൽ അതിൽ നിന്ന് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം കുറയ്ക്കണം. നെറ്റ് വാല്യൂവിൽ നിന്ന് ഗ്രോസിലേക്ക് എത്തണമെങ്കിൽ മൂല്യത്തകർച്ച, അതായത് ഡിപ്രിസിയേഷൻ കൂട്ടണം. സോ NNP വിപണി വിലയിൽ നിന്ന് മൂല്യത്തകർച്ച കൂട്ടി വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനവും അറ്റ പരോക്ഷ നികുതിയും കുറച്ചാൽ GDP ഫാക്ടർ കോസ്റ്റ് കണ്ടെത്താം. നികുതിയുടെ ഒപ്റ്റിമൽ മിശ്രണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി?
ഇത് നികുതി മൂലമുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നു. വ്യക്തിഗത ഡിസ്പോസിബിൾ വരുമാനം കണക്കാക്കുന്നത് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന. 1, 2, 3 എന്നിവ ശരിയല്ല. ഇത് വ്യക്തിഗത നികുതികൾ ഒഴിവാക്കിയും ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. വ്യക്തിഗത ഡിസ്പോസിബിൾ വരുമാനം ഒരു വ്യക്തിയുടെ വ്യക്തിഗത നികുതിയെ ഒഴിവാക്കുകയും ട്രാൻസ്ഫർ പേയ്മെന്റുകളെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. സോ വ്യക്തിഗത ഡിസ്പോസിബിൾ വരുമാനത്തിൽ ട്രാൻസ്ഫർ പേയ്മെന്റുകളാണ് ഉൾപ്പെടുന്നത്, അതല്ലാതെ വ്യക്തിഗത നികുതികൾ ഉൾപ്പെടുന്നില്ല. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് സൗകര്യവുമായി ബന്ധപ്പെട്ട സ്വയംഭരണ ദ്രവ്യതയുമായി സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന 2, 4 എന്നിവ ശരിയല്ല. പണനയ നടപടികളില്ലാതെ വാണിജ്യ ബാങ്കുകളിലേക്ക് ഒഴുകുന്ന പണലഭ്യതയെയാണ് നമ്മൾ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ലിക്വിഡിറ്റി ഓട്ടോണമസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതായത് പണനയ നടപടികളില്ലാതെ വാണിജ്യ ബാങ്കുകളിലേക്ക് പണം ഒഴുകുന്നു, പണലഭ്യതയുണ്ട്, അവർക്ക് സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്നുണ്ട്. കറൻസി അധികാരികൾ എന്ന നിലയിൽ സാധാരണ സെൻട്രൽ ബാങ്ക് പ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ സെൻട്രൽ ബാങ്കിൽ നിന്നുള്ള കൺട്രോളിംഗ് ഉണ്ട്. അതായത് കറൻസി അധികാരികൾ എന്ന നിലയിൽ സാധാരണ സെൻട്രൽ ബാങ്ക് പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാക്കുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകൾ ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ അടിയന്തര അധികാരങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 3 വ്യത്യസ്ത തരത്തിലുള്ള അടിയന്തര അധികാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. യുദ്ധം, ബാഹ്യാക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഇന്ത്യയുടെയോ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തിന്റെയോ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് സ്കെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? സ്കെഡ്യൂൾ 7 യൂണിയനെയും സംസ്ഥാനങ്ങളെയും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? 4 ശരിയല്ല. പാർലമെന്റിന്റെ നിയമപ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത്. ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുവാനുള്ള ഉത്തരവാദിത്തം കമ്മീഷനാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു NHRC എക്സ് ഒഫീഷ്യോ അംഗമാണ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത്? 42ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുകയും സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക. സോഷ്യലിസം എന്നാൽ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുകയും സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് UPSC. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് അംഗീകാരം നൽകുന്നത്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒരു പൊതു ഉദ്യോഗസ്ഥൻ തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന കമാൻഡാണ് മാൻഡമസ്. അതായത് ഒരു പൊതു ഉദ്യോഗസ്ഥൻ തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഒരു കമാൻഡാണ് മാൻഡമസ്. പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെന്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം ലോക്പാൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ആർട്ടിക്കിൾ 54 ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ. ആർട്ടിക്കിൾ 54 ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ. അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേരാണ് സാത്രിയ. ദക്ഷിണേന്ത്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്? സമാധാനം, സമൃദ്ധി, പുരോഗതി. ദക്ഷിണേന്ത്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം സമാധാനം, സമൃദ്ധി, പുരോഗതി. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം 1995. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി പുന്നമട കായൽ. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ള. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? തൃപ്പൂണിത്തുറ. കുച്ചിപ്പുടി എവിടെ നിന്ന് ഉത്ഭവിച്ചതാണ്?
ആന്ധ്രാപ്രദേശ്. ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവന്റിന്റെ പേര് പാരാലിമ്പിക്സ് ഗെയിമുകൾ. ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. ആമസോൺ കിൻഡിൽ പോലുള്ള ഇ-ബുക്ക് റീഡർ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ഇ-ഇങ്ക്. പ്രോസസർ മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല. ഗേറ്റ്വേ ഉപകരണങ്ങൾ വാനിലേക്ക് ലാനിനെ ചേർക്കാൻ ആകും. ഗേറ്റ്വേ ഉപകരണത്തിന് വാനിലേക്ക് ലാനിനെ ചേർക്കാനാകും. സാധാരണ ടെസ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെന്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നു. ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ ഫിഷിംഗ് എന്ന് പറയുന്നു. ഒരു ഹാക്കർ ഉപഭോക്താക്കളുടെ കമ്പ്യൂട്ടറിലേക്ക് അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ ഫിഷിംഗ് എന്ന് പറയുന്നു. മെർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ പ്രഫുല്ല ചന്ദ്ര റായ്. മെർക്കുറസ് നൈട്രേറ്റ്, പ്രഫുല്ല ചന്ദ്ര റായ്. ആൻഡ്രിക്സ് ISROയുടെ വിപണന വിഭാഗമാണ്. അത് ISROയുടെ ബഹിരാകാശ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആഭ്യന്തര അന്തർദേശീയ ഉപഭോക്താക്കൾക്ക് വിപണനം ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജസ്രോതസ് അല്ലാത്തത് പ്രകൃതിവാതക ഊർജ്ജമാണ്. ജല ഊർജ്ജം, ജിയോതാപ ഊർജ്ജം, ബയോമാസ് ഊർജ്ജം എന്നിവ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജമാണ്. എന്നാൽ പ്രകൃതിവാതക ഊർജ്ജം പുനരുപയോഗിക്കാവുന്ന ഊർജ്ജമല്ല. ഹരിതഗൃഹ വാതകത്തിന്റെ വാതക ഉന്മൂലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കാർബൺ ഡയോക്സൈഡ്. താഴെ പറയുന്നവയിൽ സുസ്ഥിര വികസനത്തിന്റെ പ്രധാന ഘടകം അല്ലാത്തത് കാലാവസ്ഥാ വ്യതിയാനം. സുസ്ഥിര വികസനത്തിന്റെ പ്രധാന ഘടകങ്ങൾ സാമ്പത്തിക വളർച്ച, പരിസ്ഥിതി സംരക്ഷണം, സാമൂഹിക ഉൾപ്പെടുത്തൽ. His rising early in the morning helped him score well. Select the phrase from the sentence that contains an infinitive. She went to the store to get some bread. To get is the infinitive. Choose the correct form of the auxiliary verb that agrees with the subject. The information provided to you was wrong. Choose the right preposition. I'm good at lawn tennis. Choose an option that expresses the sentence in transformed voice, active, passive. He is writing the book. The book is being written by him. Complete the sentence using the right phrasal verb. The meeting has been put off till tomorrow. Replace the underlined text with correct idioms or phrases given in the option. The police officer left no stone unturned in his search for the serial killer. To try every possible way. Choose the correct degree of comparison for the given sentence. Delhi is bad than Mumbai in terms of pollution. Delhi is worse than Mumbai in terms of pollution. Choose the best one-word substitute for the underlined phrase in the sentence. We have bought a new sewing machine that can easily be carried anywhere. Portable. From the given option, choose the option that is the most opposite in the meaning of underlined word. The world must realize the futility of wars. Usefulness. From the given option, choose the option that is nearest in meaning to the underlined word. The woman's husband tends to vituperate her when he drinks. Abuse. Fill in the blanks with appropriate words given in the option so that the sentence appears to be in the correct form of tense. The flight will have taken off before we reach the airport. Which of the following is correctly spelled? Trespass, TRESPASS. Choose the appropriate question tag and fill in the blank. He is never late for the classes, is he? Choose the appropriate feminine form of horse from the following. Mare. Fill in the blank with the appropriate collective noun. The farmer moved his herd of cows to higher ground to avoid the flood. Choose the most appropriate form of indirect speech for the following sentence. He said, "Oh, it's a bad weather, I can't drive." He exclaimed with sorrow that it was a bad weather and he couldn't drive. Choose the most appropriate word to fill in the blank. Choose
Those tablets are really effective. My headache is much better now. Choose the correct meaning of the foreign words and phrases out of the four options. Why media? Media course. Choose the appropriate option to fill in the blank. Can you speak Spanish? Option D, no article. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് അധ്യാപകർ. നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുക. നിൻ പ്ലസ് കൾ. അതിഥിയെ സ്വീകരിക്കുന്ന ആൾ ആതിഥേയൻ. ശരിയായ പദം കണ്ടെത്തുക. ഖണ്ഡാകാരം. താഴെ തന്നിരിക്കുന്നതിൽ പുഞ്ച എന്ന പദത്തിന്റെ വിപരീത പദം നഞ്ച. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പദമല്ലാത്തത് തപസ്വി. ജംഗമം എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ദത്തം. ജംഗമം എന്ന പദത്തിന്റെ പര്യായമാണ് ഇംഗം, ത്രസം, ചരം. ജംഗമം, ഇകം, ത്രസം, ചരം. ജംഗമം, ഇകം, ത്രസം, ചരം. ഘടകപദം ചേർത്ത് എഴുതുക. നാടകം വാചിക പ്രധാനമാണ്. കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. നാടകം വാചിക പ്രധാനമായിരിക്കെ കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. നടക്കാൻ പ്രയാസമുള്ള വഴി ഒറ്റപ്പദം ദുർഗപദം. പ്രസ്താവം, പ്രസ്ഥാനം എന്നിവയുടെ അർത്ഥം. പ്രസ്താവം പറച്ചിൽ അല്ലെങ്കിൽ ആരംഭം. പ്രസ്ഥാനം യാത്ര അല്ലെങ്കിൽ പുറപ്പാട്. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവം ഉണ്ടായിരുന്നു. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അവർ ജാതീയ വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചതാര്? എ വി കുഞ്ഞമ്പു. എ വി കുഞ്ഞമ്പു ആണ് അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത്. 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം TC കൊച്ചുകുട്ടിയമ്മ. ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമരം ജയലക്ഷ്മി. ക്ഷേത്രപ്രവേശന പരിപാടി PM കമലാവതി. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. ബംഗാൾ പ്രവിശ്യ വിഭജിക്കുവാനുള്ള ഉത്തരവ് കേഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളത് ആയിരുന്നു. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കുവാനുള്ള ശ്രമമായി അതിനെ ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല എന്ന പ്രസ്താവന തെറ്റാണ്. 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത്. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥകളും പൗരാവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനം പരിശോധിക്കുവാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു. 3 പ്രസ്താവനകളും ശരിയാണ്. ദസല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആര്? അക്ബർ. താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ ആയി പ്രതിനിധീകരിക്കുന്നത്? ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ഐക്യരാഷ്ട്രസഭ. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1. ദേശീയ പരമാധികാരമെന്ന അവകാശവാദമാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. സ്വയം പ്രതിരോധം അല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790-ൽ ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. 2 പ്രസ്താവനകളും ശരിയാണ്. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവം.
സോ സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം ഏത് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റഷ്യൻ വിപ്ലവം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ വികസന തന്ത്രത്തിന്റെ 3 തൂണുകൾ ഏവ? അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ വികസന തത്വത്തിന്റെ 3 തൂണുകൾ അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവി ഉണ്ടെന്നത് ആകെ ഉണ്ടായേക്കാവുന്നതിന്റെ നിശ്ചിത ശതമാനമാണ്. കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഉയർന്ന ആപേക്ഷിക ഈർപ്പം താരതമ്യേന ഈർപ്പമുള്ള അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു. ആപേക്ഷിക ഈർപ്പം കൂടുതൽ ഉള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ചു ജലം മാത്രമേ ത്വക്കിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതും അത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂട് ഉണ്ടാക്കുന്നതുമാണ്. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് മുകളിൽ പറഞ്ഞ പ്രസ്താവനകളൊക്കെ ശരിയാണ്. അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവി ഉണ്ടെന്നത് ആകെ ഉണ്ടായേക്കാവുന്നതിന്റെ നിശ്ചിത ശതമാനമാണ് ആപേക്ഷിക ഈർപ്പം. കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ആപേക്ഷിക ഈർപ്പം താരതമ്യേന ഈർപ്പമുള്ള അന്തരീക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആപേക്ഷിക ഈർപ്പം കൂടുതൽ ഉള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ച് ജലം മാത്രമേ നമ്മുടെ ത്വക്കിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതാണ്. അത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂട് ഉണ്ടാക്കും. താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദി? മംഗലപ്പുഴ, ഇടമലയാർ എന്നിവയാണ് പെരിയാറിന്റെ പോഷക നദി. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദി. ചേരുംപടി ചേർക്കുക. ഹിമാലയത്തിന്റെ ഡിവിഷനുകളും ബന്ധപ്പെട്ടിരിക്കുന്ന നദികളുമാണ്. പഞ്ചാബ് ഹിമാലയം, ഇൻഡസ് ടു സത്ലജ്. കുമയൂൺ ഹിമാലയം, സത്ലജ് ടു കാളി. നേപ്പാൾ ഹിമാലയം, കാളി ടു ടീസ്റ്റ. ആസാം ഹിമാലയം, ടീസ്റ്റ ടു ബ്രഹ്മപുത്ര. സോ പഞ്ചാബ് ഇൻഡസ് സത്ലജ്, കുമയൂൺ സത്ലജ് കാളി, നേപ്പാൾ കാളി ടീസ്റ്റ, ആസാം ടീസ്റ്റ ബ്രഹ്മപുത്ര. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ ഫസ്റ്റ് പഞ്ചാബ് വരുമ്പം പഞ്ചാബിൽ നിന്നാണ് ആ ഭാഗത്തു നിന്നാണ് തുടക്കം. അപ്പോൾ നമ്മൾ ഇൻഡസും സത്ലജും ഓർക്കാം. അതുപോലെ തന്നെ ആസാം എന്ന് പറയുകയാണെങ്കിൽ ഈസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ലാസ്റ്റ് വരുന്നത് ബ്രഹ്മപുത്രയായിരിക്കും കേട്ടോ. സോ ടീസ്റ്റ ബ്രഹ്മപുത്ര അങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് ഓപ്ഷൻസ് വഴി ആൻസറിലേക്ക് എത്താം. കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? മർദ്ദവ്യത്യാസങ്ങൾ, കോറിയോലിസ് ഇഫക്റ്റ്, ഘർഷണം. ഇവ മൂന്നും കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്നുണ്ട്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു. ഒത്തുചേരുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകൾ അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളിലാണ് സംഭവിക്കുന്നത്. ഒത്തുചേരുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രജലങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. ഇപ്പം ഈ സമുദ്രഫലകങ്ങൾ വിധേയമാകുന്നത് സബ്ഡക്ഷനാണ്. ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് FRBMA 2003 ബന്ധപ്പെട്ട് താഴെ പറയുന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരി? റവന്യൂ കമ്മി പൂർണ്ണമായി ഇല്ലാതാക്കൽ, സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യത നിലനിർത്തൽ. അപ്പം FRBMA 2003 അതായത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ടിൽ പറയുന്നത് നമ്മുടെ റവന്യൂ കമ്മി പൂർണ്ണമായും ഇല്ലാതാക്കുക, അതുപോലെ തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വരിക. ധനക്കമ്മി 3% കുറയ്ക്കാനാണ് പറഞ്ഞത്, 5% അല്ല. താഴെ പറയുന്ന ഡാറ്റയിൽ നിന്ന് ഫാക്ടർ വിലയ്ക്ക് NNP കണക്കാക്കുക. NNP വിപണി വില 5000 കോടി, പരോക്ഷ നികുതി 400 കോടി, സബ്സിഡി 200 കോടി. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ
വിപണി വില എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റിലുള്ള വിലയാണ്, അത് 5000 ആണ്. മാർക്കറ്റിൽ ഒരു വില എത്തുമ്പോൾ അതിലേക്ക് ടാക്സ് ആഡ് ചെയ്തിട്ടാണ് എത്തുക. അപ്പം നമുക്കതിൻ്റെ ഫാക്ടർ വില കാണണമെങ്കിൽ, അതായത് ഫാക്ടറിയിൽ നിന്ന് അത് അതിൻ്റെ ഒരു ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രം വന്ന കോസ്റ്റ് കാണണമെങ്കിൽ ഈ ഒരു വിപണി വിലയിൽ നിന്ന് ടാക്സ് കുറയ്ക്കണം. അപ്പം 5000-ൽ നിന്ന് ആദ്യം കുറയ്ക്കേണ്ടത് 400 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4600 ആണ്. സബ്സിഡി ഉണ്ട്. സബ്സിഡി എന്ന് പറയുമ്പം നമുക്ക് 500 രൂപയാണ് ചിലവ് വന്നതെങ്കിലും സബ്സിഡി വരുമ്പോൾ ആൾക്കാരിലേക്ക് അത് എത്തുമ്പോൾ ആ സബ്സിഡിയും കൂടി കുറച്ചിട്ടാണ് എത്തുക. അപ്പം നമ്മൾ തിരിച്ച്, അതായത് ഫാക്ടർ വിലയിലേക്ക് പോകുമ്പം ആ സബ്സിഡി കൂട്ടണം. കാരണം സബ്സിഡി കൊടുത്തതാണ്, റെഡിക്ക് ആ വിലയും കൂടി വരേണ്ടതാണ്. അപ്പോൾ അത് ആഡ് ചെയ്യുക. 200 ആഡ് ചെയ്യുമ്പോൾ 4800 കോടി. ഓപ്ഷൻ സി 4800 കോടിയാണ് ആൻസർ. ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? ബാങ്ക് നിരക്ക്, വേരിയബിൾ റിസർവ് ആവശ്യങ്ങൾ, CRR, SLR, തുറന്ന വിപണി പദ്ധതികൾ. ഇവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. ബാങ്ക് റേറ്റും വേരിയബിൾ റിസർവ് ആവശ്യങ്ങൾ, അതായത് CRR-ഉം SLR-ഉം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസും എല്ലാം ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ വേണ്ടി RBI ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ പറയുന്നു. അവയുടെ ആരോഹണ ക്രമത്തിൽ എഴുതുക. കാർഷിക വികസനം, ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമഗ്ര വളർച്ച. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആദ്യം കാർഷിക മേഖലയുടെ വികസനത്തിനായിരുന്നു, പിന്നീട് വ്യവസായ മേഖല വന്നു, പിന്നെ 5ാമത്തെ പഞ്ചവത്സര പദ്ധതി ആകുമ്പോഴേക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വരുമ്പം സമഗ്ര വളർച്ച. 2020 സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബേൽ പുരസ്കാരത്തിന് പോൾ ആർ മിൽഗ്രോമും റോബർട്ട് ബി വിൽസണും അർഹരായത് അവരുടെ ഏത് സംഭാവനയ്ക്കാണ്? ലേല സിദ്ധാന്തത്തിന്റെ പുനർനിർമ്മിതിക്കും പുതിയ ലേല ഫോർമാറ്റിന്റെ കണ്ടുപിടുത്തത്തിനും. തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ്? എപ്പിക്. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻകാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇലക്ട്രൽ ബോണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇഷ്യൂ ആണെങ്കിലും എൻകാഷ്മെന്റ് ആണെങ്കിലും എല്ലാത്തിനും അധികാരമുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. എന്നാൽ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകൾ ഇല്ല. അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി ഗവൺമെന്റിന്റെ ഒന്നിലധികം കാര്യങ്ങളുടെ ഭാഗമാവരുത്. ഗവൺമെന്റിന്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഭാഗം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത്. ഗവൺമെന്റിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന്റെ പ്രവർത്തന വ്യവഹാരം ചെയ്യരുത്. മുകളിൽ പറഞ്ഞവയെല്ലാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത്? ഓപ്ഷൻ എ ഹിന്ദി. താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി കോടതിക്ക് അധികാരമുള്ളത്? ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം. മുകളിൽ പറഞ്ഞവയെല്ലാം. ഈ 3 സംസ്ഥാനങ്ങളിലെയും ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്നത് ഗുവാഹത്തി ഹൈക്കോടതിയാണ്. ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം. ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായവ കണ്ടുപിടിക്കുക. 2, 3 എന്നീ പ്രസ്താവനകൾ ശരിയാണ്, അപ്പോൾ നമുക്ക് തെറ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം ശരിയായ പ്രസ്താവന നോക്കാം. ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. അപ്പർ ചേംബർ ആണ് രാജ്യസഭ. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. തെറ്റായ പ്രസ്താവനകൾ നോക്കാം. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളുടെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് തെറ്റാണ്. കാരണം രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നവരും അതിലുണ്ട്. അതിന്റെ ചെയർമാൻ അതിന്റെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നതും തെറ്റായ പ്രസ്താവനയാണ്. മൗലിക അവകാശങ്ങൾ എന്നാൽ ന്യായീകരിക്കാവുന്നവ, നെഗറ്റീവോ പോസിറ്റീവോ ആകാം, ഭേദഗതി വരുത്താവുന്നവ. സമ്പൂർണമായത് അല്ല മൗലിക അവകാശങ്ങൾ. അവയിൽ ഭേദഗതിയെല്ലാം വരാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A ചേർത്തത് താഴെ പറയുന്നവയിൽ ഏതു വഴിയാണ്? 74-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് പാർട്ട് 9A ചേർത്തത്. സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആര്? ജസ്റ്റിസ് KT തോമസ്. യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ 2ാമത്തെ കലാരൂപം മുടിയേറ്റ്.
താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തത്? തിരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കൽ, തിരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ തീരുമാനിക്കുവാനുള്ള അവകാശം. 2021 ദേശീയ സംയോജനത്തിനെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം താജ്മഹൽ. താഴെ പറയുന്നവ പ്രസ്താവനകളിൽ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. കോവാക്സിൻ COVID-19 നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനാണ്. മണിക ബത്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസ്. ടേബിൾ ടെന്നീസ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് മണിക ബത്ര. അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആനന്ദ് നീലകണ്ഠൻ. അസുര കീഴടക്കിയവരുടെ കഥ ആനന്ദ് നീലകണ്ഠൻ. ആരാണ് ബാലസമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത്? പണ്ഡിറ്റ് KP കറുപ്പൻ. എക്സസ് സമയം സംഭരിച്ച ഡാറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയത്തെ സൂചിപ്പിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത സ്കെഡ്യൂളിങ്ങിന് ഒരു ഉദാഹരണം? ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകുക. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി സ്റ്റാർ. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് സ്റ്റാർ. റോമൻ നമ്പർ സിസ്റ്റം എന്നത് സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ്. റോമൻ നമ്പർ സിസ്റ്റം എന്നത് സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം 1969. ലോക ജലദിനം മാർച്ച് 22. 2008 IT ആക്ട് 66A വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക. 66A ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക. ലൂയിസ് പാസ്റ്റർ ആദ്യം വാക്സിൻ കണ്ടുപിടിച്ചത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? റാബിസ്, കോളറ, ആന്ത്രാക്സ്. 3 രോഗങ്ങൾക്കും വേണ്ടിയിട്ടാണ് ലൂയി പാസ്റ്റർ ആദ്യമായിട്ട് വാക്സിൻ കണ്ടുപിടിച്ചത്. റൈറ്റ് ദ സിനോണിം ഓഫ് അക്കിൻ. സിമിലിയർ. I don't know if he is coming. Here, if is used to express a doubt. The house is so dirty, I really must clean it. What is the use of the modern auxiliary? So must is used as to express obligation. He dashed a large bill at the shopping center yesterday. He ran up a large bill at the shopping center. Dash war never solves anything. A war never solves anything. The train will arrive at the station dash 6:15 p.m. Exactly 6:15 p.m. Rosa Parks was thrown off the Montgomery bus for refusing to give up her seat to a white passenger. Throw off means to make someone fall down suddenly. They can't decide dash to travel north dash south. They can't decide whether to travel north or south. Rearrange the jumbled sentences in a logical manner. We are going on a holiday to the sea coast. My mom says that we must pack soon. I must remember to pack a holiday book. I'm really looking forward to it. Option B, 3, 2, 1, 4. The ball hit me straight in the dash. I tried to thread the cotton through the dash of the needle. The ball hit me straight in the eye. I tried to thread the cotton through the eye of the needle. Greek ox from little accounts grow. What is the meaning of this proverb? All great things start small. He is a dash of the old block. He is a chip of the old block. In order to travel, you need a passport dash. You might need a visa, immunization jabs, and fulfill quarantine conditions. So in order to travel, you need a passport. In addition, you might need a visa.
I have seen her a few times this year, but not very often. When I got to the hospital, she was sitting in the waiting room. I will wait until I see him. I waited until 9 o'clock and then went home. You have to take an exam to pass the course. My daughter is quite shy, however, she is an aggressive player in the badminton court. Identify the correct spelling. Colloquial. COLLOQUIAL. ശരിയായ പദമേത്? അവ ദൂതൻ. ഇൻ അക്കോർഡൻസ് വിത്ത്. ഉചിതമായ മലയാള പരിഭാഷ അതനുസരിച്ച്. ഒറ്റപ്പദം എഴുതുക. ഗുരുവിന്റെ ഭാവം ഗൗരവം. ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം വമ്രി. വിപരീത പദം എഴുതുക. രസം നീരസം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഇലയിട്ടു ചവിട്ടുക. യാചകൻ എതിർലിംഗം യാചകി. യാചകൻ യാചകി. സലിംഗ ബഹുവചനം മിടുക്കന്മാർ. സലിംഗം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത് ഏത് ലിംഗമാണെന്ന് മനസ്സിലാവും. സോ കുട്ടികളെന്ന് പറഞ്ഞാലും ജനങ്ങളെന്ന് പറഞ്ഞാലും അധ്യാപകർ എന്ന് പറഞ്ഞാലും ഇതെല്ലാം മിക്സ് ആണ്. എന്നാൽ മിടുക്കന്മാർ എന്ന് പറയുകയാണെങ്കിൽ അത് ബോയ്സിനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പിരിച്ചെഴുതുക. ഇന്നി. ഇ പ്ലസ് നീ. പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മ സുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ കാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരി? KP വള്ളോൻ, പുലയ മഹാസഭ, അയ്യാ വൈകുണ്ഠൻ, ഉച്ചിപ്പതിപ്പ്, CP അച്യുതമേനോൻ, വിദ്യാവിനോദിനി. സോ KP വള്ളോൻ, പുലയ മഹാസഭ, അയ്യാ വൈകുണ്ഠൻ, ഉച്ചിപ്പതിപ്പ്, CP അച്യുതമേനോൻ, വിദ്യാവിനോദിനി. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത്? ഉൽഗുലാൻ മൂവ്മെന്റ്, സഫാഹാർ മൂവ്മെന്റ്, കാജ നാഗ റിബലിയോൺ. ഇത് 3ഉം ഒരേ വിഭാഗത്തിൽ പെടുന്നതാണ്. ഗദർ മൂവ്മെന്റ് മാത്രമാണ് ഒരേ വിഭാഗത്തിൽ പെടാതെ വരുന്നത്. ചിപ്കോ മൂവ്മെന്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ: ചിപ്കോ മൂവ്മെന്റ് സർവോദയ മൂവ്മെന്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു. ചിപ്കോ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗരാദേവി. താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിനു പകരം ഉപയോഗിക്കാത്തത് കാരോരി എന്ന വാക്കാണ്. സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നത് ജാഗിർ, പാരതി, ഇനാം. മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നത് ജാഗിർ, പാരതി, ഇനാം. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രീൻ റിബൺ ക്ലബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. സോ ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവം, ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവം, 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവം. താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് UNOയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത്? മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ശരിയായത് ദേശീയ പരമാധികാരവും വൻ ശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ് UNO എന്ന ആശയം നിലവിൽ വന്നത്. UNOയുടെ ലക്ഷ്യം ആർട്ടിക്കിൾ 1 എന്ന UN ചാർട്ടറിൽ നിർവചിച്ചിരിക്കുന്നു. UNO രൂപീകരിച്ചത് അന്തർദേശീയ സമാധാനവും സുരക്ഷയും മുന്നിൽ കണ്ടുകൊണ്ടാണ്. താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ടെന്നീസ് കോർട്ട് സത്യം, അതായത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെയ്ലി, ടിറ്റെ, ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവ കാലത്തെ വിമതരുടെ ജേണലായിരുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അതായത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെയ്ലി, ടിറ്റെ, ഗബല്ലെ എന്നിവ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിലെ നികുതിയെ സൂചിപ്പിക്കുന്നു. ദി ഫ്രണ്ട്
ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണലായിരുന്നു. സോ ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി ഫ്രഞ്ച് വിപ്ലവകാലത്തെ ജേണലായിരുന്നു. ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ല് സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ. ഈ ബില്ലിന്റെ ലക്ഷ്യം രാജ്യത്തെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിന്റെ സബ്സിഡിയാണ്. ഈ ബില്ലിൽ ആദ്യമായി നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. അന്ത്യോദയ അന്ന യോജന ഈ ബില്ലിന്റെ വിപുലീകരണമാണ്. പൊതുവിതരണ സംവിധാനം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒന്നിച്ചു നടത്തുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സോ രാജസ്ഥാനിലാണ് ഈ ബില്ല് ആദ്യമായിട്ട് നിലവിൽ വന്നത്. പ്രസ്താവന എ, ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാസക്തവുമാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഉരയാത്ത സമുദ്ര പ്രതലത്തിലൂടെ ചരിക്കുന്നു. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവന ബി പ്രസ്താവന എ വിശദീകരിക്കുന്നു. അതായത് പ്രസ്താവന എ പറയുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാസക്തവുമാണ് നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിലേക്കാളും. അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഉരയാത്ത സമുദ്ര പ്രതലത്തിലൂടെ ചരിക്കുന്നു. പാറ്റ്ലാൻഡ്സ് എന്നതിൻ്റെ സ്വഭാവ സവിശേഷതയാണ് ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യ. പാറ്റ്ലാൻഡ്സ് ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യ. ഈസോഹ ലൈൻസ് എന്നാൽ ഒരേപോലെയുള്ള ലവണാംശത്തെ സൂചിപ്പിക്കുന്ന വരകളാണ്. ഈസോഹ ലൈൻസ് ലവണാംശം. പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ്. പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് GIS സോഫ്റ്റ്വെയറിന്റെ തുറന്ന സ്രോതസ്? ഓപ്ഷൻ എ ആണ് GDPയുടെ ഘടക ചിലവ്. GDPയുടെ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് അറ്റ പരോക്ഷ നികുതികൾ മൈനസ് ചെയ്താൽ, അതായത് മാർക്കറ്റ് പ്രൈസിൽ നിന്നും നികുതി കുറച്ചാൽ നമുക്കതിനെ യഥാർത്ഥ ഫാക്ടർ കോസ്റ്റ് കാണാം. ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് സ്ഥലവും മൂലധനവുമാണ്. അധ്വാനം നിഷ്ക്രിയമല്ല, സ്ഥലവും അതായത് ഭൂമിയും മൂലധനവുമാണ് നിഷ്ക്രിയമായത്. താഴെ പറയുന്നവയിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സ്വത്തിന്റെ വിതരണം കുറയ്ക്കുന്നത്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് RBI വിൽക്കുന്നു. RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കുമ്പോൾ അത് സമ്പദ് വ്യവസ്ഥയിലുള്ള ആൾക്കാർ വാങ്ങുന്നു. അപ്പോൾ അവരുടെ വരുമാനം കുറയും, അവരുടെ പണത്തിൻ്റെ വിതരണം കുറയും. റിപ്പോ റേറ്റിനെ പ്രതി താഴെ പറയുന്നവയിൽ ശരിയായവ. ഇത് എല്ലായ്പ്പോഴും ബാങ്ക് റേറ്റിനേക്കാൾ കുറവാണ്. ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. ഇത് ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു. ഈ മൂന്ന് പ്രസ്താവനകളുമാണ് ശരി. ഇത് ഈടാക്കുമ്പോൾ പാർശ്വസ്ഥങ്ങൾ ഉണ്ടാവാറില്ല എന്നുള്ളത് തെറ്റാണ്. എപ്പോഴും റിപ്പോ റേറ്റ് ബാങ്ക് റേറ്റിനേക്കാൾ കുറവും വിപരീത അതായത് റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാൾ കൂടുതലുമായിരിക്കും. ഹ്രസ്വകാല സാമ്പത്തിക അതായത് ഷോർട്ട് ടേം നേച്ചറാണ് റിപ്പോ റേറ്റ്. ഫിസിക്കൽ ഡെഫിസിറ്റ് അതായത് ധനക്കമ്മി എന്നാൽ മുഴുവൻ ചെലവ് മൈനസ് മുഴുവൻ വരുമാന റെസീറ്റുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന റെസീറ്റ്. അതായത് മുഴുവൻ ചിലവിൽ നിന്ന് മുഴുവൻ വരവ് മൈനസ് ചെയ്യാണ്, എന്നാൽ അതിൽ കടമുള്ള വരവ് ഉണ്ടാവില്ല. അതായത് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ധനക്കമ്മി എന്ന് പറയുകയാണെങ്കിൽ ബോറോ ചെയ്യാത്ത ക്യാപിറ്റൽ റെസീറ്റിനെയാണ് നമ്മൾ ധനക്കമ്മി എന്ന് പറയുന്നത്. അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ 358. അതായത് ആർട്ടിക്കിൾ 19 റദ്ദാക്കണമെങ്കിൽ ആർട്ടിക്കിൾ 358 ഉപയോഗിക്കണം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്? വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ എന്നിവ കൺകറന്റ് ലിസ്റ്റാണ്. കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നവ വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ. പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷമാണ്. അപ്പം പൗരത്വം ഏറ്റെടുക്കാനാണെങ്കിലും അത് അവസാനിപ്പിക്കാനാണെങ്കിലും പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം മാത്രമേ ആവശ്യമുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ
ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ടിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ് ശരിയല്ലാത്തത്? ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ ബുദ്ധിമുട്ടുണ്ടായ അവസരങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും സംയുക്ത മീറ്റിംഗ് നടത്താൻ വ്യവസ്ഥയുണ്ട് എന്നത് തെറ്റാണ്. ഒരിക്കലും ഒരു ഭരണഘടനാ ഭേദഗതി സംയുക്ത സമ്മേളനത്തിലൂടെ നടത്താൻ വേണ്ടി കഴിയില്ല. ശരിയായ പ്രസ്താവനകൾ പരിശോധിക്കാം. ഭരണഘടനാ കൺവെൻഷനോ ഭരണഘടനാ അസംബ്ലിയോ പോലുള്ള ഒരു പ്രത്യേക ബോഡിക്ക് വ്യവസ്ഥയില്ല. ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കുവാനുള്ള അധികാരം പാർലമെന്റിൻ്റെതാണ്. അതായത് സംസ്ഥാനങ്ങളിൽ നിയമസഭാ സമിതികൾ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത്. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അത് സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റാണ്. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 311. സിവിൽ സർവീസുകാർക്ക് ഭരണപരമായ സുരക്ഷ ആർട്ടിക്കിൾ 311. വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസില്ലാതെ നൽകപ്പെടുന്നത് അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ. താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമമനുസരിച്ച് ഉപഭോക്തൃ അവകാശമല്ലാത്തത്? വിലപേശുവാനുള്ള അവകാശം ഒരു ഉപഭോക്തൃ അവകാശമല്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ TM തോമസ് ഐസക് ആണ്. ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെതാണ് കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം. താഴെ പറയുന്നവയിൽ ആരാണ് വിദ്യാവിനോദിനിയുടെ കർത്താവ്? CP അച്യുതമേനോൻ. വിദ്യാവിനോദിനി CP അച്യുതമേനോൻ. സംഗീത നൈഷാദം ബന്ധപ്പെട്ടിരിക്കുന്നത് TC അച്യുതമേനോൻ. വിദ്യാവിനോദിനി CP അച്യുതമേനോൻ. സംഗീത നൈഷാദം TC അച്യുതമേനോൻ. ഒന്ന് CP, രണ്ടാമത്തത് TC. പിച്ച് എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബേസ്ബോൾ. കൊടുപുന്ന എന്നത് ആരുടെ തൂലികാ നാമമാണ്? ഗോവിന്ദ ഗണകൻ. ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയത് അഞ്ജലി ഭഗവത്. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്കിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടിയാണ്? അമേരിക്ക. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി റസിയ ഷബ്നം. 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ്. ICC വനിതാ വേൾഡ് കപ്പ് 2022 ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത് ഗേൾ ഗാങ്. കമ്പ്യൂട്ടറിന്റെ CPUവിൽ താൽക്കാലിക ദ്രുത സംഭരണ സ്ഥലം എന്നറിയപ്പെടുന്നത് രജിസ്റ്റർ. താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം രജിസ്റ്റർ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? OMR ആണ് ഇൻപുട്ട് ഡിവൈസ്. പ്ലോട്ടർ, പ്രിന്റർ, സ്പീക്കർ എന്നിവ ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. OMR ഇൻപുട്ട് ഡിവൈസ്. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജിയാണ് NIC. NIC എന്ന് പറയുകയാണെങ്കിൽ ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വയർലെസ് ടോപ്പോളജിയാണ്. NIC വയർലെസ് ടോപ്പോളജിയാണ് ഉപയോഗിക്കുന്നത്. ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കുന്നില്ല. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ് ടേൺ എറൗണ്ട് ടൈം. താഴെ പറയുന്നവയിൽ ഏത് HTML ആണ് ഡ്രോപ്പ് ഡൗൺ ലിങ്ക് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത്? സെലക്ട് ടാഗ് ആണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. IUCNന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡ്. പരിസ്ഥിതി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ നിയന്ത്രണ ചട്ടക്കൂട് താഴെ പറയുന്നവയിൽ ഏതാണ്? ISO 14001. പരിസ്ഥിതി മാനേജ്മെന്റ് സിസ്റ്റം ISO 14001. ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് സ്റ്റാർ ഡസ്റ്റ്
1. ബയോ ഇന്ധനം ഉപയോഗിച്ച് ഓടിച്ച ആദ്യ റോക്കറ്റാണ് സ്റ്റാർ ഡസ്റ്റ് 1. DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാനുതകുന്ന ലോഞ്ചർ പിനാക്ക. സോ പിനാക്ക രൂപീകരിച്ചത് DRDO ആണ്. ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തത്. ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു ലോഞ്ചറാണ് പിനാക്ക. താഴെ പറയുന്നവയിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജത്തിന്റെ ഉറവിടം? സോളാർ എനർജിയാണ് പുതുക്കാവുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. I told you didn't I? Without supervision, children might eat unhealthy food or lead a sedentary lifestyle. ഇവിടെ sedentary എന്ന മീനിങ് അണ്ടർലൈൻഡ് വേർഡിന്റെ മീനിങ് എന്താണെന്നാണ്. ഇൻആക്റ്റീവ്. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ് ഔട്ട് ഓഫ് ഫോളോയിങ്. ഓപ്പർച്യൂണിറ്റിയും പ്രിവിലേജുമാണ് OPPORTUNITY ആൻഡ് പ്രിവിലേജ് PRIVILEGE. സോ പ്രിവിലേജിന് ആദ്യം 2 ഐയും പിന്നെ 2 ഇയും. ഓപ്പർച്യൂണിറ്റിക്ക് ആദ്യം 2 ഓയും പിന്നെ ഒരു യു ആണ് വരുന്നത്. He said his job is to attend to the diseases of eye. സോ കണ്ണിനെ ചികിത്സിക്കുന്ന ആളെ നമ്മൾ പറയുന്നത് ഓഫ്താൽമോളജിസ്റ്റ് എന്നാണ്. അതിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. OPHTHAIMOLOGIST. What is the meaning of the idiomatic expression? Our entire class is quaking in its boots. To tremble with fear or nervousness. Fill in the blank ആണ്. The manager dash to pay hike next month. Allude ആണ് ആൻസർ. Choose the word nearly opposite in the meaning of fact. ഫാക്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഫിക്ഷൻ. Fill in the blank. The brothers together with their sister are there. സോ ടുഗദർ വിത്തിൽ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് നോക്കുക. ഇവിടെ ബ്രദേഴ്സ് ആയതുകൊണ്ടാണ് ആറ്. മൈ ബ്രദർ ഹെൽപ്ഡ് മീ ഡു മൈ വർക്ക്. ഹെൽപ്ഡ് മീക്ക് ശേഷം ഒരു ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. സോ ഹെൽപ്ഡ് മീ ടു ഡു എന്ന് വേണ്ട, ജസ്റ്റ് ഡു മതി. ഫിൽ ഇൻ ദി ബ്ലാങ്ക് ആണ്. സംതിങ് ഡാഷ് ഹാപ്പൻഡ് ഓർ ദേ വുഡ് ബി ദർ ബൈ നൗ. സോ ദി ഓപ്ഷൻ ഇസ് മസ്റ്റ് ഹാവ്. Something must have happened or they would be there by now. Mr. Bajaj was a very fastidious person who lived in a small house with a beautiful garden. Kamala took a long flight from Tanzania. She must be exhausted after that. I told her, you should rest, dear. Correct the sentence if there is an error. You can pass the examination if you answer the questions with precision, accurately and quickly. Precisely, accurately and quickly ആണ് right answer. Precision അല്ല, precisely. Complete the sentence. If Suhara lent us her car, we could go to Alua. Mithun has a distrust of doctors. ട്രസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചത്. ഡിസ്ട്രസ്റ്റ്. യൂസ് എ ഫ്രേസൽ വെർബ്. ഹി ഡസ് നോട്ട് ഡാഷ് എനി മിസ്ബിഹേവിയർ ഇൻ ഹിസ് ക്ലാസ്. പുട്ട് അപ്പ് വിത്ത്. ഹി ഡസ് നോട്ട് പുട്ട് അപ്പ് വിത്ത് എനി മിസ്ബിഹേവിയർ ഇൻ ഹിസ് ക്ലാസ്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് prima facie? At first view. ശരിയായ രൂപം ജീവച്ഛവം. സഹിതം, വിപരീതം, രഹിതം. സഹിതത്തിൻ്റെ ഓപ്പോസിറ്റ് രഹിതം. സഹിതം, രഹിതം. പറയുന്ന ആൾ വക്താവ്. പറയുന്ന ആൾ വക്താവ്. സ്ട്രൈക്ക് ബ്രേക്കർ സമാന പദം കരിങ്കാലി. സ്ട്രൈക്ക് ബ്രേക്കർ കരിങ്കാലി. ജലം പര്യായം അപ്പ്. ജലം അപ്പ്. കണ്ടു പിരിച്ചെഴുതുക കൺ പ്ലസ് തു. കൺ പ്ലസ് തു കണ്ടു. കഷ്ടപ്പെടുത്തുക നക്ഷത്രം എണ്ണിക്കുക. ആ പ്ലസ് കാലം അക്കാലം.
ആ പ്ലസ് കാലം അകാലമല്ല അക്കാലമാണ്. ഇരട്ടിക്കുന്നുണ്ട്. ആ പ്ലസ് കാലം അക്കാലം.